ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു രാത്രി ഒരു അമ്മയും മകനും വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ കുടിലിൽ കഴിയുന്നു. അന്തരീക്ഷം ശാന്തമായി കഴിയുമ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഈ മകൻ ഇങ്ങനെ കൂരയുടെ മുകളിലേക്ക് നോക്കുന്നു. കൂരയുടെ വിടവിലൂടെ നക്ഷത്രങ്ങളെ കാണാം. അങ്ങനെ തൻ്റെ മുൻപിൽ മിന്നി നിൽക്കുന്ന നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് ഈ കുട്ടി ചോദിക്കുന്നു, അമ്മേ, എന്താണ് ആ വെളിച്ചം? അമ്മ കൗതുകത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ നക്ഷത്രത്തെ നോക്കി പറയുന്നു, മോനെ, അത് ദൈവത്തിൻ്റെ വിളക്കാണ്. ഈ മകന് കൗതുകമേറുന്നു. മകൻ ചോദിക്കുന്നു, ഇത്ര വൈകിയിട്ടും രാത്രി ഇത്ര സമയമായിട്ടും എന്തുകൊണ്ടാണ് ഈ വിളക്ക് ദൈവം അണയ്ക്കാത്തത്? അമ്മ പറയുന്നു, മോനെ, ദൈവം ഒരിക്കലും ഉറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ആ വിളക്കുകൾ ദൈവം ഒരിക്കലും അണയ്ക്കാറില്ല. കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി തന്നെ ഈ മകൻ അമ്മയോട് വീണ്ടും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അമ്മേ, ഇടിവെട്ടി മഴ പെയ്തപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയ്ക്ക് പേടിച്ചത്? ഒരിക്കലും ഉറങ്ങാത്ത ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇടിവെട്ടി മഴ പെയ്തപ്പോൾ നമ്മൾ ഇത്ര കണ്ട് പേടിച്ചത്? വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വിരിഞ്ഞു വരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തളർവാദ രോഗിയായിട്ടുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നു. അവനെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്ന ആ 4 പേരുടെയും വിശ്വാസത്തിൻ്റെ ആഴം കണ്ടിട്ടാണ് ഈശോ അയാളെ സുഖപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ആഴമുള്ള വിശ്വാസമായി നമ്മുടെ വിശ്വാസ ജീവിതം പരിണമിച്ചിട്ടുണ്ടോ, വളർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമായി ഈ സുവിശേഷ ഭാഗം വായിക്കുന്ന അവസരത്തെ കാണാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണാനും ജീവിതത്തിലെ താഴ്ച ഉയർച്ചകളിൽ അടിപതരാതെ ദൈവത്തിൻ്റെ കരുണയുടെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും സാധിക്കട്ടെ. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.